Bismillahirrahmanirrahim. Innalhamdulillah wassalatu wassalamu ala rasulillah wa ala alihi wa sahbihi ajmain. Assalamu alaikum warahmatullahi wabarakatuh. ഇന്ന് ഇൻഷാല്ലാ നമ്മൾ ഉസൂൽ സലാസയിലേക്ക് പ്രവേശിക്കുകയാണ്. 3 അടിസ്ഥാന തത്വങ്ങൾ. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ പുസ്തകം 3 അടിസ്ഥാന തത്വങ്ങൾ. ഈ 3 അടിസ്ഥാന തത്വങ്ങൾ അത് ഖബറിലെ ചോദ്യവുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ഖബറിലെ 3 ചോദ്യങ്ങളാണ് ഈ 3 അടിസ്ഥാന തത്വങ്ങൾ. ഖബറിലെ ആ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണമെങ്കിൽ ഈ 3 അടിസ്ഥാന തത്വങ്ങൾ അറിയണം. ബാറക്കല്ലാഹു ഫീക്കും. അതിൽ ആദ്യത്തെ ചോദ്യം മൻ റബ്ബുക്ക, നിന്റെ റബ്ബ് ആരാണ്? അതിനുത്തരം അള്ളാഹു ആരാണ്, നിന്റെ റബ്ബ് ആരാണ് എന്നറിഞ്ഞാലേ ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയുകയുള്ളൂ ഖബറിൽ. മാ ദീനുക്ക, നിന്റെ ദീൻ എന്താണ്? ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയുക ആയിരിക്കുക? ഇസ്ലാം മതം എന്താണ് എന്നറിഞ്ഞവർക്ക് ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയുകയുള്ളൂ. മൻ നബിയുക്ക, നിന്റെ നബി ആരാണ്? സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ് എന്ന് അറിയൽ നിർബന്ധമാണ്. ബാറക്കല്ലാഹു ഫീക്കും. ആദ്യത്തെ അടിസ്ഥാനം അള്ളാഹുവിനെ അറിയുക. നിർബന്ധമായും അറിയേണ്ട 3 അടിസ്ഥാന തത്വങ്ങൾ. അൽ ഉസൂലുൽ അവ്വലു മാരിഫത്തുല്ലാഹി അസ്സ വജൽ. ഫൈദാ ഖീല ലക മാ ഹിയൽ ഉസൂലു സലാസത്തു അല്ലതി തജിബു മാരിഫത്തുഹാ ഫഖുൽ മാരിഫത്തുൽ അബ്ദി റബ്ബഹു വദീനഹു വനബിയഹു മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യത്തെ അടിസ്ഥാന തത്വം അള്ളാഹുവിനെ കുറിച്ച് അറിയൽ. നിന്നോട് ചോദിക്കപ്പെട്ടാൽ നിർബന്ധമായും നീ അറിയേണ്ട 3 അടിസ്ഥാന തത്വങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ പറയുക, അടിമ അള്ളാഹുവിനെ അറിയലാണ്. ഒരടിമ അവൻ്റെ രക്ഷിതാവിനെ അറിയലാണ്. അതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് അവൻ്റെ മതത്തെ അറിയലാണ്. മൂന്നാമത്തേത് അവൻ്റെ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയലാണ്. എന്തുകൊണ്ടാണ് ഗ്രന്ഥകർത്താവ് ഈ 3 അടിസ്ഥാന തത്വങ്ങളെ പ്രത്യേകമാക്കിയത്? അതിന് കാരണം ഇതാണ് ഇസ്ലാം മതത്തിൻ്റെ അടിസ്ഥാനങ്ങൾ. മറ്റൊന്ന്, ഇതാണ് ഒരടിമ അവനെ ഖബറിലാക്കപ്പെട്ടാൽ ഈ കാര്യങ്ങളാണ് അവനോട് ചോദിക്കപ്പെടുക. ഒരടിമയെ ഖബറിൽ വെക്കപ്പെട്ടാൽ, അങ്ങനെ അവൻ്റെ മുകളിൽ മണ്ണിട്ട് കഴിഞ്ഞ് ജനങ്ങൾ അവനിൽ നിന്ന് പിരിഞ്ഞു പോയി അവരുടെ കുടുംബത്തിലേക്ക് മടങ്ങിയാൽ 2 മലക്കുകൾ അവൻ്റെ ഖബറിലേക്ക് വരും. അവൻ്റെ ആത്മാവ് അവൻ്റെ ശരീരത്തിലേക്ക് ഇട്ടുകൊടുക്കുകയും അങ്ങനെ അവൻ ബർസഖിൽ ജീവിക്കാൻ തുടങ്ങും. അത് ദുനിയാവിലെ ജീവിതം പോലെയല്ല. അതിൻ്റെ വിശദാംശങ്ങൾ, ബർസഖിലെ ജീവിതത്തിൻ്റെ വിശദാംശങ്ങൾ അള്ളാഹുവിനാണ് ഏറ്റവും നല്ലവണ്ണം അറിയുക. ബാറക്കല്ലാഹു ഫീക്കും. അങ്ങനെ അദ്ദേഹത്തെ ആ മലക്കുകൾ ആ ഖബറിൽ അവനെ ഇരുത്തപ്പെടും. എന്നിട്ട് അവനോട് പറയും, നിന്റെ നിന്റെ റബ്ബ് ആരാണ്? നിന്റെ മതം എന്താണ്? നിന്റെ പ്രവാചകൻ ആരാണ്? ഒരു വിശ്വാസി പറയും, എൻ്റെ റബ്ബ് അല്ലാഹു ആണ്, എൻ്റെ മതം ഇസ്ലാമാണ്, എൻ്റെ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പോൾ ആ വിശ്വാസിയോട് പറയപ്പെടും, നിനക്കിതെങ്ങനെ അറിയും? നീ ഇതെങ്ങനെ അറിഞ്ഞു?
അപ്പോൾ അദ്ദേഹം പറയും, ഞാൻ അള്ളാഹുവിൻ്റെ ഗ്രന്ഥം വായിച്ചിട്ടുണ്ട്, ഞാൻ അള്ളാഹുവിൻ്റെ ഗ്രന്ഥം വായിച്ചിട്ടുണ്ട്, ഞാൻ അള്ളാഹുവിൻ്റെ ഗ്രന്ഥം വായിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ അറിഞ്ഞു, സത്യം മനസ്സിലാക്കി. അപ്പോൾ ഒരു വിളിക്കാരൻ വിളിക്കും, എൻ്റെ അടിമ സത്യം പറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് അവന് സ്വർഗത്തിലെ ഒരു വിരിപ്പ് വിരിച്ചു കൊടുക്കുക, അവന് സ്വർഗത്തിലെ വാതിൽ തുറന്നു കൊടുക്കുക. അങ്ങനെ അവൻ്റെ ഖബറ് വിശാലമാക്കി കൊടുക്കും. അവന് ഒരു കണ്ണ് കാണേണ്ടത്ര ദൂരത്തിൽ അവൻ്റെ ഖബർ അവന് വിശാലമാക്കി കൊടുക്കും. അങ്ങനെ സ്വർഗത്തിൻ്റെ ഒരു മണം അവനിലേക്ക് വരും. അങ്ങനെ അവൻ്റെ സ്വർഗത്തിലെ സ്ഥാനം അവൻ നോക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അവൻ പറയും, എൻ്റെ രക്ഷിതാവേ, എൻ്റെ റബ്ബേ, അന്ത്യസമയം സ്ഥാപിക്കുക, എന്നാൽ എനിക്ക് എൻ്റെ കുടുംബത്തിലേക്ക് മടങ്ങാമല്ലോ. ഒരു സംശയമുള്ള ഒരാൾ, അവൻ ഉറപ്പില്ല, അവൻ ഇസ്ലാം ആണെന്ന് വാദിക്കുന്ന ഒരു വ്യക്തിയാണ്, അതായത് ഒരു കപടവിശ്വാസി. അവന് ശരിക്ക് ഉത്തരം പറയാൻ കഴിയുകയില്ല. അവന് വാക്കുകൾ ഇടരും. കാരണം അവന് അള്ളാഹുവിൻ്റെ മതത്തെക്കുറിച്ച് സംശയമായിരുന്നു. അവനോട് മലക്കുകൾ പറയുമ്പോൾ, നിന്റെ രക്ഷിതാവ് ആരാണ്? അപ്പോൾ അവൻ മറുപടി പറയുക, എനിക്കറിയില്ല. അവർ ചോദിക്കുന്നു, നിന്റെ മതം എന്താണ്? അപ്പോൾ അവൻ പറയും, എനിക്കറിയില്ല. ഇനി അവനോട് പറയപ്പെട്ടാൽ, നിന്റെ പ്രവാചകൻ ആരാണ്? അപ്പോൾ അവൻ പറയും, എനിക്കറിയില്ല. ഞാൻ ജനങ്ങൾ പറയുന്നത് എന്തൊക്കെയോ കേട്ടിട്ടുണ്ട്, അത് ഞാൻ പറയുന്നു. ഇതിനർത്ഥം ഈ ദുനിയാവിൽ അവൻ ജനങ്ങൾ പറഞ്ഞത് പറഞ്ഞു, വിശ്വാസമില്ലാതെ നാവ് കൊണ്ട് ജനങ്ങൾ പറഞ്ഞത് പറഞ്ഞു, അള്ളാഹുവിൽ അഭയം തേടുന്നു. ഇതാണ് ഒരു കപടവിശ്വാസി. അവൻ പുറമേ ഇസ്ലാമിനെ കാണിക്കുന്നു, പക്ഷേ ഹൃദയത്തിൽ വിശ്വാസമില്ല. അവനിങ്ങനെ പുറമേ ഇസ്ലാമിനെ കാണിക്കുന്നത് ഈ ലോകത്തൊരു ഒരു പ്രയോജനം കിട്ടാൻ വേണ്ടിയാണ്, ഒരു ഗുണം കിട്ടാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഈ ദുനിയാവിൽ അവൻ പറയും, അള്ളാഹു ആണ് എൻ്റെ റബ്ബ്, എന്നാൽ അവൻ വിശ്വസിക്കുന്നില്ല, അവൻ അതിൽ വിശ്വസിക്കുന്നില്ല. അവൻ്റെ ഹൃദയം അത് നിഷേധിക്കുന്നു, അള്ളാഹുവിൽ അഭയം തേടുന്നു. അവൻ പറയുന്നു, എൻ്റെ മതം ഇസ്ലാമാണെന്ന്, എന്നാൽ അവൻ ഇസ്ലാമിൽ വിശ്വസിക്കുന്നില്ല, അവൻ്റെ ഹൃദയം അത് നിഷേധിക്കുന്നു. അവൻ പറയുന്നു, എൻ്റെ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന്, എന്നാൽ അവൻ മുഹമ്മദാണ് ദൂതനെന്ന് വിശ്വസിക്കുന്നില്ല, അവൻ്റെ ഹൃദയത്തിൽ വിശ്വസിക്കുന്നില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അവൻ നാവ് കൊണ്ട് പറയുക മാത്രമാണ് ചെയ്യുന്നത്. ഇതാണ് ഒരു കപടവിശ്വാസി. അവനോട് പറയപ്പെടും, നിനക്കറിയില്ല, നീ അറിഞ്ഞവരുടെ പാത പിൻപറ്റിയുമില്ല. അങ്ങനെ അവനെ ഒരു ഇരുമ്പ് ദണ്ട് കൊണ്ട് അടിക്കപ്പെടും. അവനങ്ങനെ അട്ടഹസിക്കും. അത് ജിന്നും മലക്കുകളും കേട്ടിരുന്നെങ്കിൽ അവർ മരണപ്പെട്ടു പോകുമായിരുന്നു. അപ്പോൾ ജിന്നും മലക്കുമല്ലാത്ത എല്ലാവരും അത് കേൾക്കും. അത് ജിന്നും മനുഷ്യരുമല്ലാത്ത എല്ലാവരും അത് കേൾക്കും. അവരത് കേട്ടിരുന്നെങ്കിൽ അവർ ഭയം കൊണ്ട് അവർ മരണപ്പെടുമായിരുന്നു. അപ്പോൾ ജിന്നും മനുഷ്യരും അല്ലാത്ത എല്ലാവരും ആ മുനാഫിക്കിൻ്റെ ആ ഉത്തരം പറയാൻ കഴിയാത്ത ആളുടെ അട്ടഹാസം കേൾക്കും. അവൻ്റെ ഖബറ് ഞെരുക്കപ്പെടും. അങ്ങനെ അവൻ്റെ എല്ലുകൾ ഒരുമിച്ച് കൂട്ടപ്പെടും. നരകത്തിൽ നിന്നൊരു വാതിൽ അവന് തുറക്കപ്പെടും. അങ്ങനെ ഒരു ചൂട് കാറ്റ് അവനിലേക്ക് വരും. അപ്പോൾ അവൻ പറയും, എൻ്റെ റബ്ബേ, അന്ത്യസമയം സ്ഥാപിക്കരുത്. ഇതാണ് അവൻ്റെ ജീവിതം, ഇതാണ് അവൻ്റെ അവസ്ഥ ഖബറിൽ. അള്ളാഹുവിൽ അഭയം തേടുന്നു. ഇതിൻ്റെ കാരണം അവൻ ശരിയായ ഉത്തരം പറഞ്ഞില്ല. അങ്ങനെ ഒരു വിളിക്കാരൻ വരും. അവൻ പറയും, എൻ്റെ അടിമ കളവ് പറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് അവന്
നരകത്തിൽ നിന്നുള്ളൊരു വിരിപ്പ് വിരിക്കുക, അവനെ നരകത്തിൽ നിന്നുള്ളൊരു വാതിൽ തുറന്നു കൊടുക്കുകയും ചെയ്യുക. അള്ളാഹുവിൽ അഭയം തേടുന്നു. ഈ ചോദ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ട് നിർബന്ധമാണ് അതിനെ പഠിക്കുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്യുക. അത് വെറും പഠിച്ചാൽ മാത്രം പോരാ, മറിച്ച് നമ്മൾ പഠിക്കുകയും അവയിൽ വിശ്വസിക്കുകയും വേണം. അവയിൽ നമുക്ക് ഈമാൻ ഉണ്ടാകണം. നമ്മൾ അത് പ്രകാരം അമൽ ചെയ്യണം, കർമ്മങ്ങൾ ചെയ്യണം. അങ്ങനെ നമുക്ക് അല്ലാഹു പിന്നെ ഖബറിൽ ഉത്തരം ചെയ്യാനുള്ള നമ്മളെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി അല്ലാഹു പറഞ്ഞു, യുസബ്ബിതുല്ലാഹുല്ലദീന ആമനു ബിൽ ഖൗലി സ്ഥാബിതി ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ വയുദില്ലുല്ലാഹുൽ ളാലിമീൻ വയഫ്അലുല്ലാഹു മാ യശാ. അല്ലാഹു പറഞ്ഞു, അല്ലാഹു വിശ്വസിച്ചവരെ ഈ ലോകത്തും പരലോകത്തും ഉറപ്പുള്ള വാക്കുകൊണ്ട് അല്ലാഹു ഉറപ്പിച്ചു നിർത്തുന്നതാണ്. അഥവാ അവർ അല്ലാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ടേയിരിക്കും. വേറൊന്നിനെയും അവർ ആരാധിക്കുകയില്ല. ലാലിമീങ്ങളെ കുറ്റം ചെയ്യുന്നവരെയും ബൗദ്ധേവാരാധകരെയും അല്ലാഹു പിഴപ്പിക്കുന്നതാണ്. അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നത് അവൻ ചെയ്യുന്നു. ഇത് സൂറത്ത് ഇബ്രാഹിമിലെ 14-ാം അധ്യായം 27-ാം വചനമാണ്. അതുകൊണ്ട് ഈ 3 അടിസ്ഥാന തത്വങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് ഷെയ്ഖ് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ പ്രബന്ധം അടിസ്ഥാനമാക്കിയത് ഇതിൻ്റെ മുകളിലാണ്. അത് വ്യക്തമാക്കി തന്നു. നമ്മളത് പഠിക്കാൻ വേണ്ടി, അതിനെ പരിശോധിക്കാൻ വേണ്ടി, സൂക്ഷ്മമായി പരിശോധിക്കാൻ വേണ്ടി, അവയിൽ വിശ്വസിക്കാൻ വേണ്ടിയും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും വേണ്ടിയും, അങ്ങനെ അല്ലാഹു നമ്മളെ ആ വാക്കുകൊണ്ട് ഉറപ്പിച്ചു നിർത്താനും ഈ ലോകത്തും പരലോകത്തും. ഫൈദാ ഖീല ലക മൻ റബ്ബുക ഫഖുൽ റബ്ബി അല്ലാഹുല്ലദീ റബ്ബാനി വറബ്ബ ജമീഅൽ ആലമീന ബിനിഅമിഹി. നിന്നോട് പറയപ്പെട്ടാൽ നിന്റെ റബ്ബ് ആരാണ്? അപ്പോൾ പറയുക, എൻ്റെ റബ്ബ് അല്ലാഹു ആണ്. അവൻ എന്നെ പരിപാലിച്ചു, അവൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് എല്ലാ സൃഷ്ടികളെയും പരിപാലിച്ചു. ബാറക്കല്ലാഹു ഫീക്കും. ഇതിൻ്റെ വിശദീകരണം, അങ്ങനെ ഷെയ്ഖ് റഹിമഹുല്ല 3 അടിസ്ഥാന തത്വങ്ങൾ പൊതുവായി വ്യക്തമാക്കിയതിന് ശേഷം ഷെയ്ഖ് ഓരോന്നും വ്യക്തമാക്കുകയാണ്. ഖുർആന്റെയും സുന്നത്തിൻ്റെയും തെളിവിൻ്റെ അടിസ്ഥാനത്തിലും ഈ പ്രപഞ്ചത്തിലുള്ള അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളുടെ അടിസ്ഥാനത്തിലും, പിന്നെ ബുദ്ധിയുടെ തെളിവുകളും. അതുകൊണ്ട് നിർബന്ധമാണ് വിശ്വാസം ഉറപ്പിച്ച് പ്രസ്താവിക്കൽ. അത് ഖുർആന്റെയും സുന്നത്തിൻ്റെയും തെളിവോടെ ആയിരിക്കണം. അത് പ്രപഞ്ചത്തിലെ അല്ലാഹുവിൻ്റെ അടയാളങ്ങളെ പരിശോധിച്ചുകൊണ്ടും, അങ്ങനെ നമുക്ക് ഹൃദയത്തിൽ ഉറപ്പിച്ച് വിശ്വാസമുണ്ടാകാനും എല്ലാ സംശയങ്ങളും നീങ്ങാനും. എന്നാൽ ഒരു വിശ്വാസം അത് സംശയത്തിൻ്റെ മുകളിലാണ് പ്രസ്താവിച്ചതെങ്കിൽ, അല്ലെങ്കിൽ ജനങ്ങളുടെ വാക്കുകളിൽ അല്ലെങ്കിൽ അന്ധമായി പിൻപറ്റിക്കൊണ്ട്, അതൊരു താൽക്കാലിക വിശ്വാസമാണ്. അതിന് ഉറപ്പുണ്ടാവുകയില്ല. അതിന് ന്യൂനതകളുണ്ടാകും, അതിൽ അസത്യങ്ങളുണ്ടാകും. അഖീദ, വിശ്വാസവും നിയമങ്ങളും അത് സ്ഥാപിക്കപ്പെട്ടത് അല്ലാഹുവിൻ്റെ ഖുർആനിലും സുന്നത്തിൻ്റെ തെളിവുകളുടെയും അടിസ്ഥാനത്തിലല്ലാതെ അല്ല. പിന്നെ ബുദ്ധിപരമായ തെളിവുകളും. അതുകൊണ്ട് ഷെയ്ഖ് റഹിമഹുല്ല നിരവധി തെളിവുകൾ ഉദ്ധരിച്ചു ഈ അടിസ്ഥാന തത്വങ്ങൾക്ക് വേണ്ടി. ഇതിനെല്ലാം തെളിവും അതേപോലെ സംശയങ്ങൾ ദൂരീകരിക്കാനും അങ്ങനെ ഹൃദയത്തിൽ വിശ്വാസം ഉറപ്പിക്കാനും വേണ്ടി അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥകർത്താവിൻ്റെ പ്രസ്താവന റഹിമഹുല്ല
നിന്നോട് പറയപ്പെട്ടാൽ അഥവാ നിന്നോട് ചോദിക്കപ്പെട്ടാൽ നിന്റെ റബ്ബ് ആരാണ്? ഈ ചോദ്യം ഈ ദുനിയാവിലും ചോദിക്കും, പരലോകത്തും ചോദിക്കും. അതുകൊണ്ട് നിന്റെ റബ്ബിനെ അറിയൽ അസ്സ വജൽ നിർബന്ധമാണ്. എന്നാലേ നിനക്ക് ശരിയായ ഉത്തരം ഉറപ്പിച്ചുള്ളൊരു പ്രസ്താവന, ഉറപ്പായിട്ടും തെളിവോടെ ഉള്ള പ്രസ്താവന പറയാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് നീ പറയണം, എൻ്റെ രക്ഷിതാവ് അല്ലാഹു ആണ്. ഇതാണ് അതിനുള്ള ഉത്തരം. അവൻ എന്നെ പരിപാലിച്ചു. അവൻ അവൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് എല്ലാവരെയും പരിപാലിക്കുന്നു. റബ്ബ് അസ്സ വജൽ ആണ് എല്ലാവരെയും പരിപാലിക്കുന്നതും അവൻ്റെ അടിമകളെ പരിപാലിക്കുന്നതും അവൻ്റെ അനുഗ്രഹം കൊണ്ട് പരിപാലിക്കുന്നത്. അവൻ അവർക്ക് ഉപജീവനം നൽകി പോഷിപ്പിക്കുന്നു. അവൻ അവരെ സൃഷ്ടിക്കുന്നു. അവരെ ഒന്നുമില്ലായ്മയിൽ നിന്നാണ് സൃഷ്ടിച്ചത്. അവൻ്റെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ 3 അന്ധകാരത്തിൻ്റെ ഘട്ടങ്ങളിലൂടെ അവൻ ഉപജീവനം നൽകുന്നു. അത് അവനിലേക്ക് എത്തുന്നു, അവൻ്റെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ എത്തുന്നു. അങ്ങനെ അവൻ്റെ ശരീരം വളരുന്നു ഉമ്മയുടെ ഗർഭപാത്രത്തിൽ. അങ്ങനെ അത് വലുതാകുന്നു. കാരണം അവൻ്റെ ഉപജീവനം അല്ലാഹു അവനിലേക്ക് എത്തിക്കുന്നുണ്ട്. അങ്ങനെ അവനിലേക്ക് ആത്മാവ് ഊതുന്നു. അങ്ങനെ അവന് ജീവൻ വരുന്നു അല്ലാഹുവിൻ്റെ അനുമതിയോടെ. ഇതാണ് ഗർഭപാത്രത്തിലുള്ള പരിപാലനം. അങ്ങനെ അവൻ പുറത്തേക്ക് വരുമ്പോൾ അല്ലാഹു അവനെ അവൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട്, ആരോഗ്യത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും അനുഗ്രഹം കൊണ്ട് അവനെ പരിപാലിക്കുന്നു. അങ്ങനെ ഉമ്മയുടെ പാൽ അവനിലേക്ക് ഒഴുകിയെത്തുന്നു. അങ്ങനെ അവനെ പോഷിപ്പിക്കുന്നു. അവന് ഭക്ഷണം കഴിക്കേണ്ട സമയമാകുന്നത് വരെ പിന്നെ അവന് പാലിൻ്റെ ആവശ്യം വരുന്നില്ല. അങ്ങനെ ചെറുതായി അവൻ്റെ ബുദ്ധി, അവൻ്റെ കേൾവി, അവൻ്റെ കാഴ്ച വളരുന്നു. അങ്ങനെ വളർന്ന് അവൻ പ്രായപൂർത്തിയെത്തുന്നു. അങ്ങനെ അവൻ പിന്നെ 40-ാം വയസ്സിലെത്തി പൂർണ്ണ ശക്തി പ്രാപിക്കുന്നു. അപ്പോൾ ആരാണ് അവനെ സൃഷ്ടിച്ചന്ന് മുതൽ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ അവൻ മരിക്കുന്നത് വരെ അവനെ പോഷിപ്പിക്കുന്നത്, അവന് ഉപജീവനം നൽകുന്നത്? ആരാണ് അവന് ഉപജീവനം നൽകുന്നത്? ആരാണ് അവന് ഭക്ഷണവും പാനീയവും എത്തിക്കുന്നതും അവൻ്റെ ശരീരത്തിൽ എത്തുന്നതും എല്ലാ കോശത്തിലേക്കും എത്തുന്നതും അവൻ്റെ ശരീരത്തിൽ എത്തിപ്പിക്കുന്നത്? ആരാണ് അവന് ഭക്ഷണവും പാനീയവും നൽകുന്നത്? ആരാണ് അവൻ്റെ ഉപദ്രവങ്ങൾ നീക്കിക്കൊടുക്കുന്നത്? ഈ വ്യക്തിയെ പരിപാലിക്കുന്നത് ആരാണ്? അത് അല്ലാഹു അസ്സ വജല്ലല്ലേ. ഇതാണ് റബ്ബ് സുബ്ഹാനഹു തആല. അവൻ പരിപാലിക്കുന്നു. അവനാണ് പരിപാലിക്കുന്നവൻ. അവൻ എന്നെ പരിപാലിക്കുന്നു. അവൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് എല്ലാ സൃഷ്ടികളെയും പരിപാലിക്കുന്നു. ബാറക്കല്ലാഹു ഫീക്കും. ഈ ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യന്മാരും മൃഗങ്ങളും ഭൂമിയിലെയും കടലിലെയും സൃഷ്ടികൾ, അതിലെ ഏറ്റവും വലിയ സൃഷ്ടികളും ഏറ്റവും ചെറിയ സൃഷ്ടികളും ഭൂമിയിലെയും സമുദ്രത്തിലെയും എല്ലാവരെയും ഉപജീവനം നൽകുന്നത്, പോഷിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ടും അവൻ ഉപജീവനം നൽകിക്കൊണ്ടുമാണ്. അള്ളാഹു പറയുന്നു, അമ്മൻ ഹാദല്ലദീ യർസുഖുകും ഇൻ അംസക റിസ്ഖഹു. നിന്റെ ഉപജീവനം തടയപ്പെട്ടാൽ പിന്നെ ആർക്കാണ് നിനക്ക് ഉപജീവനം നൽകാൻ കഴിയുക? സൂറത്തുൽ മുൽക്കിലെ 67-ാം അധ്യായം 21-ാം വചനം. അല്ലാഹു പറഞ്ഞു, വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ വയഅലമു മുസ്തഖറഹാ വമുസ്തൗദഅഹ. ഒരു നീങ്ങുന്ന ജീവജന്തുവും ഈ ഭൂമിയിലില്ല. അതിൻ്റെ ആഹാരം അല്ലാഹു നൽകൽ ബാധ്യതയില്ലാതെ.
അവൻ അറിയുന്നു അവയുടെ വാസസ്ഥലവും അവയുടെ സൂക്ഷിപ്പു സ്ഥാനവും, അഥവാ അതിൻ്റെ ഉമ്മയുടെ ഗർഭപാത്രവും അതിൻ്റെ ഖബറും. ഇത് സൂറത്ത് ഹൂദിലെ 11-ാം അധ്യായം 6-ാം വചനം. അള്ളാഹു പറഞ്ഞു, വകഅയ്യിൻ മിൻ ദാബത്തിൻ ലാ തഹ്മിലു റിസ്ഖഹ അല്ലാഹു യർസുഖുഹാ വഇയ്യാകും വഹുവസ് സമീഉൽ അലീം. ഒരു ജീവജന്തുവുമില്ല അതിന് സ്വയം അതിൻ്റെ ഉപജീവനം അതിന് ചുമക്കാൻ കഴിയുന്നത് പോലെ അള്ളാഹുവാണ് അവർക്ക് നൽകുന്നത്. അള്ളാഹുവാണ് നിങ്ങൾക്കും ഉപജീവനം നൽകുന്നത്. അള്ളാഹു എല്ലാം കേൾക്കുന്നവനുമാണ്, അള്ളാഹു എല്ലാം അറിയുന്നവനുമാണ്. സൂറത്ത് അൻകബൂത്ത് 29-ാം അധ്യായം 60-ാം വചനം. ഇതാണ് റബ്ബ് അസ്സ വജൽ. ദാലികുമുല്ലാഹു റബ്ബുക്കും ഫഅ്ബുദൂ. അല്ലാഹു പറഞ്ഞു, അവനാണ് അല്ലാഹു നിങ്ങളുടെ റബ്ബ്, അതുകൊണ്ട് അവനെ മാത്രം ആരാധിക്കുക. സൂറത്ത് യൂനുസ് 10-ാം അധ്യായം 3-ാം വചനം. അതുകൊണ്ട് അല്ലാഹു അല്ലാത്തവർക്ക് യാതൊന്നും ഉടമപ്പെടുത്താൻ കഴിയുകയില്ല. വിഗ്രഹങ്ങൾക്കോ അല്ലാത്തവർക്കോ യാതൊന്നും ഉടമസ്ഥപ്പെടുത്താൻ കഴിയുകയില്ല. ആർക്കും ഉപജീവനം ഉടമസ്ഥപ്പെടുത്താൻ കഴിയുകയില്ല. അവർക്ക് ഉപജീവനം നൽകപ്പെടുകയാണ്. അവർ നിങ്ങളെപ്പോലുള്ള സൃഷ്ടികളാണ്. ബാറക്കല്ലാഹു ഫീക്കും. ഈ വിഷയം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ നിർത്താം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.